സ്വർഗഭൂമിയായ കാശ്മീരിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങളിനി നേരെ പോകുന്നത് ദേവഭൂമിയായ ഉത്തരാഖണ്ഡിലേക്കാണ്. കാശ്മീരിൽ നിന്ന് ഡയറക്റ്റ് ഉത്തരാഖണ്ഡിലേക്ക് ഫ്ലൈറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാശ്മീരിൽ നിന്ന് ശ്രീനഗറിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയി ഡൽഹിയിൽ നിന്ന് ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനമായ ഡെറാഡൂണിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുള്ളത് ഡൽഹി എയർപോർട്ടിലാണ്. ഡെറാഡൂണിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറാൻ പോവാൻ ഞങ്ങൾ. ഈ ഫ്ലൈറ്റിലുള്ള പകുതി ആൾക്കാരും ഉണ്ടല്ലോ ഉത്തരാഖണ്ഡിലേക്ക് പോകുന്ന തീർത്ഥാടകരാണ്. ഒരു 13 ദിവസത്തെ യാത്രയാണ് ഞങ്ങൾ ഉത്തരാഖണ്ഡിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞങ്ങളൊരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും ഡെറാഡൂൺ എയർപോർട്ടിലെത്തി. അവിടുന്ന് പിന്നെ ഒരു ടാക്സിയും പിടിച്ച് ഞങ്ങൾ നേരെ പോയത് യോഗയുടെ തലസ്ഥാന നഗരമായ ഋഷികേശിലേക്കാണ്. ആശ്രമങ്ങളും അമ്പലങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഭക്തിസാന്ദ്രമായ ഒരു സ്ഥലം. ഗംഗാതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഋഷികേശ് ആത്മീയതയ്ക്കും ധ്യാനത്തിനും പ്രശസ്തമായ നഗരം. ഡെറാഡൂൺ എയർപോർട്ടിൽ നിന്നും ഒരു 45 മിനിറ്റ് ഏകദേശം യാത്ര ചെയ്താൽ നമുക്ക് ഋഷികേശ് ടൗണിൽ എത്തിച്ചേരാൻ പറ്റും. അവിടെ ചാർധാം യാത്രക്കുള്ള രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ടായിരുന്നു. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഓൾറെഡി ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ ക്യൂ നിൽക്കേണ്ടി വന്നില്ല. ഞങ്ങൾ അവിടെ ഒരു റൂം എടുത്ത് എന്നിട്ട് കുറച്ച് സമയം വൈകുന്നേരം വരെ റെസ്റ്റ് ചെയ്തു. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഗംഗാ ആരതി കാണാൻ വേണ്ടിയിട്ട് ത്രിവേണി ഘട്ടിലേക്ക് വന്നു. ആ കാണുന്നതാണ് ഇത്. ഗംഗാ ആരതി കാണാൻ വേണ്ടി ഇവിടെ വന്നതാണ്. ഒന്ന് മുങ്ങി നിവർന്നാൽ സർവ്വ പാപങ്ങളും ഇല്ലാതാക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഗംഗാ നദിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ എത്തുന്നത് വരെ ഗംഗാ സ്നാനം എന്നത് മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷേ അവിടുത്തെ ആ ഒരു വൈബ് ഉണ്ടല്ലോ, അതെന്നെ കൊണ്ട് അതും ചെയ്യിപ്പിച്ചു. ഞാനും മോനും ഗംഗാ സ്നാനം ചെയ്തു. പക്ഷേ എൻ്റെ ഭർത്താവ് ചെയ്തില്ല കേട്ടോ. ഇതിൽ കുളിച്ചാലൊന്നും തീരാത്തത്ര പാവം ചെയ്തതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ശ്രീ ഗംഗാ സ്നാനം ചെയ്തില്ല. ഞാനും മോനും ചെയ്തു. ഹിമാലയത്തിലെ ഐസുരുകി വരുന്ന നല്ല തണുത്ത വെള്ളമായിരുന്നു അതെ. നല്ല തിരക്കായിരുന്നു അവിടെ ഗംഗയിൽ കുളിക്കാൻ വേണ്ടിയിട്ട്. നല്ല ഒഴുക്കുള്ള വെള്ളം, എന്നിട്ട് പോലും അതിൽ നീന്തി പോകുന്നുണ്ടായിരുന്നു കുറേ കുട്ടികളൊക്കെ. ഈ ഋഷികേശിൽ പ്രധാനമായിട്ട് 3 സ്ഥലങ്ങളിലാണ് ഗംഗാ ആരതി നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ത്രിവേണി ഘട്ടിൽ നടക്കുന്ന ഗംഗാ ആരതി. ഒരു 20 രൂപ കൊടുത്താൽ ആ ഒരു തളിക പൂവ് കിട്ടുവേ. അതിൻ്റെ അകത്ത് ആ ചേച്ചി ഒരു തിരിയിട്ടിട്ട് കത്തിച്ചിട്ട് ഞങ്ങളുടെ കയ്യിൽ തരും. അത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഗംഗയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അത് ഒഴുക്കി വിടും. അതിന് ദീപദാനം എന്നാ പോലും പറയാം. ഗംഗാ സ്നാനം ചെയ്ത് ശുദ്ധി വരുത്തിയ ശേഷം ഞങ്ങളും ചെയ്തു അതുപോലെ ഒരു ദീപദാനം. ഞങ്ങളുടെ ദീപം ഒഴുകി എവിടേക്കോ പോയി. സന്ധ്യ ആയപ്പോഴേക്കും ഇവിടെ ഗംഗാരതിക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. ഈ റെഡ് കളർ കുർത്തയിട്ടിരിക്കുന്ന പൂജാരിമാരാണ് ഗംഗാരതി ചെയ്യുന്നത്. സന്ധ്യ ആയപ്പോഴേക്കും ഇവിടെയൊക്കെ നല്ല തിരക്ക് കൂടാൻ തുടങ്ങി. ആൾക്കാരൊക്കെ ഇവിടെ സീറ്റ് പിടിക്കാൻ വേണ്ടി വന്നിരിക്കാനൊക്കെ തുടങ്ങി. ഈ ആൾക്കാർ മുഴുവൻ ഗംഗാരതി കാണാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ് സന്ധ്യ ആയപ്പോഴേക്കും. ഞങ്ങൾ ഒഴുക്കിവിട്ട വിളക്ക് കെടാതെ എവിടം വരെ പോകുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതും നോക്കി അവിടെ തന്നെ നിന്നു, കണ്ണിന്ന് മറിയുന്നത് വരെ. ഇത്രയും ഒഴുക്കുള്ള നദിയിൽ എത്ര ഈസി ആയിട്ട് ആ കുട്ടികൾ നീന്തുന്നത് നോക്കി. ഗംഗാ ആരതിൻ്റെ എല്ലാ വീഡിയോയിലും ഉണ്ടല്ലോ ഈ പൂജാരിയെ ഞാൻ എപ്പോഴും കാണാറുണ്ട്. അങ്ങനെ ഞങ്ങളും ഗംഗാ ആരതി കാണാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരുന്നു. ഇവിടെയൊക്കെ ഫുൾ നോർത്ത് ഇന്ത്യൻസും ഇവിടുത്തെ ആൾക്കാരും മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരൊറ്റ മലയാളികളോ സൗത്ത് ഇന്ത്യൻസിനെ ആരെയും ഞങ്ങളിവിടെ ഒന്നും കണ്ടില്ല. പിന്നെ കുറേ ഫോറിനേഴ്സും ഉണ്ടായിരുന്നേ. ഇവിടുത്തെ തിരക്ക് കാണിച്ചു തരാൻ വേണ്ടി ശ്രീ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുക. ഗംഗാ ആരതിയുടെ കൂടെ തന്നെ ഇവിടെ ഭജനയും നടക്കുന്നുണ്ട്. ഈ ഗംഗാ ആരതിയും ഭജനയും ഒക്കെ തുടങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ അവിടുത്തെ അന്തരീക്ഷം മൊത്തത്തിൽ ചേഞ്ചായി. ഫുൾ എല്ലാവരും എനർജറ്റിക്കായി, എല്ലാവരും ഭക്തിയിൽ ഇങ്ങനെ നിറഞ്ഞാറാടുകയായിരുന്നു. അങ്ങനെയൊക്കെ പറയില്ലേ. കറക്റ്റ് എക്സ്പ്ലനേഷൻ എനിക്കറിയില്ല. ഏതായാലും നിങ്ങൾ തന്നെ വീഡിയോ കണ്ടോളൂ, അപ്പം മനസ്സിലാവും.
എല്ലാ ദിവസവും ഗംഗാ ആരതിയുണ്ട്. അതും ഋഷികേശിൽ 3 സ്ഥലങ്ങളിലായിട്ടുണ്ട്. എന്നിട്ടും അവിടുത്തെ ആ ഒരു തിരക്ക് നോക്കിയേ നിങ്ങൾ. ആത്മീയതയ്ക്കും ധ്യാനത്തിനും പ്രശസ്തമായ നഗരമാണ് ഋഷികേശ് എന്ന് പറയുന്നത് വെറും വാക്കല്ല എന്ന തിരിച്ചറിവോടുകൂടി ഞങ്ങൾ അവിടെ നിന്നും തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് വന്നു.